ഹലോ ഗൈസ്, വെൽക്കം ടു ഡേ 21 നോ ഷുഗർ ചാലഞ്ച്. അങ്ങനെ എൻ്റെ 21 ദിവസത്തെ ചലഞ്ച് ഇന്ന് തീരുന്ന ഒരു ദിവസമാണ് ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളടുത്ത് ഡയറക്റ്റ് എനിക്കുണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറയാമെന്ന് വിചാരിച്ചു. ഇത് ശരിക്കും നിങ്ങളിപ്പോൾ എൻ്റെ 21 ദിവസത്തെയും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇത് ശരിക്കും ഒരു റോ ആയിട്ടുള്ള ഒരു ലൈഫാണ് കാണിക്കുന്നത്. അതിനകത്ത് വേറെ യാതൊരു രീതിയിലുള്ള ഒരു ഫിൽറ്റേഴ്സും ഒന്നും ചെയ്യാത്ത ഒരു കുട്ടി ലൈഫായിരുന്നു ഞാൻ കാണിച്ചത്. ഞാൻ നോ ഷുഗർ ചാലഞ്ച് കാണിച്ചതാണെങ്കിൽ പോലും എൻ്റെ ഒരു മിനി ഡേ വ്ളോഗ് പോലെയാണ് ആക്ച്വലി ഞാനത് ഷൂട്ട് ചെയ്തത്. കാരണം ഞാൻ എന്ത് കഴിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമല്ലല്ലോ നമ്മളുടെ ആ ഒരു ഫേസിലും നമ്മുടെ ആ ഒരു ദിവസത്തിലൊക്കെ ഒരു ചേഞ്ചസ് വരുന്നത്. ശരിക്കും നമുക്ക് ആ ഒരു ദിവസം ഉണ്ടായ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്, നമ്മുടെ ഇമോഷൻസ് എന്താണ്, ഇതൊക്കെ ഞാനിങ്ങനെ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു വ്യത്യാസം എൻ്റെ ലൈഫിൽ ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ഈ പറയുന്ന പോലെ ഷുഗർ ഒരിക്കലും കട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ച ആളല്ല. കാരണം എനിക്ക് ഈ ചായ കുടിക്കുമ്പോഴും എനിക്ക് ജ്യൂസ് കഴിക്കുമ്പോഴും എനിക്ക് എല്ലാത്തിനും അറ്റ്ലീസ്റ്റ് ഒരു 1 ടേബിൾ സ്പൂൺ എങ്കിലും പഞ്ചസാര അത്യാവശ്യമായിട്ടുള്ള ഒരാളായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്കിത് മാറ്റാൻ കഴിയുന്നത്. മാത്രമല്ല എനിക്ക് ഈ ഹെറിഡിറ്ററി നോക്കുവാണെങ്കിൽ എൻ്റെ അമ്മ അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെറിഡിറ്ററി നോക്കുമ്പം തന്നെ എൻ്റെ അമ്മയ്ക്കൊക്കെ നല്ലൊരു ഡയബറ്റീസ് ഹിസ്റ്ററി ഉള്ള ആളാണ്. അമ്മ മരിച്ചതും അമ്മയ്ക്ക് കിഡ്നി രോഗങ്ങൾ വന്നത്, ഹാർട്ട് അറ്റാക്കൊക്കെ വന്നതും ഈ ഒരു ഡയബറ്റീസിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റിയിലാണ് ശരിക്കും വന്നത്. അപ്പം എന്തായാലും ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ എന്നോടും പറയാറുണ്ട്, രശ്മി ഇതൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ ഒരു 21 ഡേയ്സിൽ എനിക്കുണ്ടായൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ബെല്ലി ഫാറ്റ്സ് കൂടുതലാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, കുറേ നാളായി ഞാൻ എക്സസൈസോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ അങ്ങനെ ചെയ്യാറില്ല. ഫുഡിങ് മാത്രമായിരുന്നു എൻ്റെ ഒരു എന്താ പറയുക, ഒരു പാഷൻ എന്ന രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഡെഫിനറ്റ്ലി ഒരു നമ്മുടെ വയറിന് ചുറ്റുമുള്ള ഒരു ഫാറ്റ് നന്നായിട്ട് കൂടി. ഈ ശരീരത്തിൽ അങ്ങനെ വലിയ ഫാറ്റ്സ് ഒന്നും അങ്ങനെ ഇതാവില്ല. എനിക്കിങ്ങനെ കൈയുടെ അവിടെയും പിന്നെ നമ്മുടെ വയറിൻ്റെ ആ ഭാഗത്തുമാണ് എനിക്ക് കൂടുതലും ഈ ഫാറ്റ്സ് ഒക്കെ വരുന്നത്. അപ്പം അതായിരുന്നു ഒരു വ്യത്യാസം. അപ്പോൾ ഇപ്പോൾ ഒരു ഷുഗറൊന്നും കഴിക്കാത്ത, ഈ ഷുഗർ കഴിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര വാരി കഴിക്കില്ല എന്നല്ല ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത്. ഈ രാവിലെ കഴിക്കുന്ന ഒരു ചായ ഉണ്ടല്ലോ, ആ ചായ ഉണ്ടാവും. പിന്നെ ഒരു 11 മണിക്ക് ഒരു ചായ കുടിക്കാൻ ഒരു ക്രേവിങ് തരും. അപ്പം ചായ മാത്രം കഴിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്സാണ്. അപ്പം ഞാനിങ്ങനെ ഡെയിലി പപ്സ് കഴിക്കുക അല്ലെങ്കിൽ കട്ട്ലേറ്റ് കഴിക്കുക ആ ചായയുടെ കൂടെയാണ്. ഇപ്പോൾ പുറത്ത് പോയിട്ടായിരിക്കും ചിലപ്പോൾ കഴിക്കുന്നത്. കാരണം ആ ഒരു ടൈം ആകുമ്പോൾ ഒരു ക്രേവിങ് വരും. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് 4 മണിയാകുമ്പം ചായയുടെ കൂടെ സ്നാക്സ് ഇല്ലാതെ പറ്റൂല. അതും 1 2 അല്ല ഗൈസ്, എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എത്ര എണ്ണം കഴിക്കും എന്നൊക്കെ. പഴംപൊരി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു 3-4 എണ്ണമൊക്കെ ഇങ്ങനെ കഴിക്കും. അപ്പം അങ്ങനെയാണ് എൻ്റെ ആ ഒരു ഈ വയറിൻ്റെയൊക്കെ ആ ഒരു എന്താ പറയുക ആ ഒരു ഫാറ്റൊക്കെ ശരിക്കും കൂടിയത്. ഞാൻ ചോറൊക്കെ വളരെ കുറച്ച് കഴിക്കുന്ന ആളാണ്. പിന്നെ ഉച്ചയ്ക്ക് മാൻഡേറ്ററി ആയിട്ട് എനിക്ക് അല്പം ചോറ് കഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ബോഡിയിൽ ഓൾറെഡി നമ്മൾ കുറേ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദി സഡൻ പെട്ടെന്നൊരു ദിവസം നമുക്ക് ഇങ്ങനത്തെ ചേഞ്ചസ് ഒന്നും നമ്മുടെ ശരീരത്തിൽ വരാൻ പറ്റില്ല. കാരണം അതൊരു റിഗ്രഷൻ സ്റ്റേറ്റിലോട്ട് മാറും. കാരണം നമ്മളിപ്പോൾ ഒരു കുട്ടിയുടെ അടുത്ത് നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ആ കുട്ടിയുടെ അടുത്ത് ഇന്ന് മുതൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ഒക്കെ അല്ലേ. അപ്പോൾ പതുക്കെ നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മളൊന്ന് നോട്ട് ചെയ്യുക. പതുക്കെ ആ ഒരു സാധനത്തിൽ വരാനായിട്ട് നമുക്ക് ഒരുപാട് സ്റ്റേജസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ ഒരു ദിവസം എങ്ങനെ ഇരുന്ന് ആലോചിച്ചു എന്താണ് എൻ്റെ പ്രോബ്ലം. അപ്പോൾ അങ്ങനെയെല്ലാം ആലോചിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പോലത്തെ ഒരുപാട് ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുന്നുണ്ട്. അപ്പം ഇതൊന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഉദ്ദേശിച്ച സാധനത്തിലേക്ക് എനിക്ക് എത്താൻ കുറച്ച് ഈസി ആയിരിക്കും എന്ന്. പിന്നെ എൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന പ്രശ്നമായിരുന്നു. കാരണം എനിക്ക് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് കൺസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ തിങ്ക് ചെയ്തു അതിനെന്താണ് ഒരു സൊല്യൂഷൻ. സോറി ഗൈസ്, ഒരു കാക്ക അടുത്തിരുന്നിട്ട് എനിക്ക് കമൻറ്റ് പറയുന്നുണ്ട്, വേറെ ഒന്നും വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ കൺസിസ്റ്റൻസിയുടെ പ്രോബ്ലം എനിക്കുണ്ട്. അപ്പം കൺസിസ്റ്റൻസി വരാനായിട്ട് എന്ത് ചെയ്യണം? അപ്പോഴാണ് ചിന്തിച്ചത് ഒരു വീഡിയോ ഇട്ട് തുടങ്ങിയാൽ, ഒരു ഡേയ്സ് 21 ഒരു ചലഞ്ച് വീഡിയോ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ കുറച്ച് കോൺഷ്യസ് ആവും ഞാൻ എന്താ കഴിക്കേണ്ടത്. അങ്ങനെ ഒരു കോൺഷ്യസ്നെസ് നമുക്ക് എന്തായാലും പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല കൺസിസ്റ്റൻസി. ഒരു കുട്ടി ചാനലാണിത്. അപ്പോൾ ഇതങ്ങ് വലിയ രീതിയിലേക്ക് അങ്ങ് വളർച്ചയുള്ള ചാനലോ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല ഞാനിത് ആക്ച്വലി ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ ഞാൻ ചെയ്യുമ്പം എനിക്കൊരു വിറ്റ്നസ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കോൺഷ്യസ് ആവും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലേ. അല്ലെങ്കിൽ ഇതിപ്പോൾ ആരും കാണുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ 2 ദിവസം ചെയ്തിട്ട് 3-ാമത്തെ ദിവസം നമുക്കിത് ക്വിറ്റ് ചെയ്യാം. പക്ഷേ ഇപ്പം എനിക്ക് എല്ലാ ദിവസവും വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ ദിവസവും രാത്രി എനിക്കത് എഡിറ്റ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും എന്തോ ഒരു പ്രചോദനമാണ് ഗൈസ്. അതുകൊണ്ടാണ് ശരിക്കും ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ ആ ഒരു പ്രോബ്ലം ഞാൻ അവിടെ സൊല്യൂഷൻ കണ്ടെത്തി. കൺസിസ്റ്റൻസിയുടെ സൊല്യൂഷൻ എല്ലാ ദിവസവും വീഡിയോ എടുക്കുമ്പോൾ എനിക്കത് പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റും.
ഓക്കെ ഗൈസ്, അങ്ങനെ ഒരു ചെറിയൊരു പൊസിഷൻ ചേഞ്ച്, കാരണം വണ്ടികൾ ഇങ്ങനെ ഒരുപാട് പോകുന്നതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ക്രേവിംഗ് എനിക്കിങ്ങനെ മാറ്റാനായിട്ടുള്ള ആ ഒരു എന്താ പറയുക, എന്നെ എന്താണോ ബ്ലോക്ക് ചെയ്യുന്നത് അതിനുള്ളൊരു സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ട്. അപ്പം നെക്സ്റ്റ് ഈ ഒരു 21 ദിവസം ഞാൻ എടുത്ത ഒരു വലിയൊരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളിലും നിന്നും ഈ ചായയിൽ പഞ്ചസാര ഇടുക, പിന്നെ ഈ പറയുന്ന പോലെ ചായ കൂടി അങ്ങ് നിർത്തി ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേക്കറി ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും കഴിക്കുന്ന ഒരാളിൽ നിന്നും ഞാൻ പതുക്കെ ഗ്രാജുവലി മാറി. ഇപ്പം നിങ്ങളെൻ്റെ 2 ദിവസത്തെ വീഡിയോ കാണുമ്പോൾ ഞാൻ പപ്സ് കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറഞ്ഞിട്ട് ഞാൻ ഫുള്ളി അങ്ങ് ബേക്കറി ഐറ്റംസ് മാറ്റിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, എല്ലാ ദിവസവും കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഗ്രാജുവലി പതുക്കെ നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് സഹായിക്കും. ഒറ്റ ദിവസം കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പം ഡെഫിനറ്റ്ലി ഒരു 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ നമ്മൾ കഴിക്കുന്ന ഒരു പ്രവണതയാണല്ലോ നമ്മുടെ മനുഷ്യ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പം അതാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഇങ്ങനെ ഈ വൈകിട്ട് 4 മണിയുടെ ചായ കഴിക്കുമ്പോഴേ എനിക്ക് ആ ബേക്കറി ഐറ്റംസിൻ്റെ ആവശ്യമുള്ളൂ, അല്ലാതെ എനിക്ക് ആവശ്യമില്ല ഗൈസ്. അപ്പോൾ 2 മാർഗ്ഗങ്ങൾ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായയിലിടുന്ന പഞ്ചസാരയും ചായയും കൂടി നിർത്തി. 2 പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് കഴിക്കുന്ന ബേക്കറി ഐറ്റംസ് അപ്പാടെ അങ്ങ് നിർത്തി കുറച്ച് ദിവസം. അപ്പോൾ ആ സമയത്ത് ഞാൻ അതിന് ഇത് ചെയ്യുന്നത് ഫുഡെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ആയിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൈനാപ്പിളാണ്. അപ്പോൾ ഞാൻ കൂടുതലും പൈനാപ്പിൾ ഒക്കെ ആയിരിക്കും കൂടുതൽ ഇങ്ങനെ കഴിക്കുന്നത് ആ സമയത്ത്. യെസ്, ഓഫ് കോഴ്സ് അതിന് കൂടുതലും ഷുഗർ കണ്ടൻറ്റ് കൂടുതലാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ, അത് നാച്ചുറലി കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു ഷുഗർ ടേക്കിംഗ് ആണെന്നുള്ളത്. എഗെയിൻ പൊസിഷൻ ചേഞ്ച്. ഓക്കെ, അപ്പോൾ എനിക്കുണ്ടായ വ്യത്യാസം അത് വളരെ ക്ലിയർ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫേസിൽ ഒരുപാട് ആക്നീസ് ഉണ്ടായിരുന്നു ഗൈസ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കത്തില്ലായിരുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ ഫുഡ്സ് കഴിക്കാനായിട്ടായിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ വെള്ളം കൂടി വളരെ കുറവായിരുന്നു. പക്ഷേ ഞാനിപ്പം ഈ ഒരു കുറച്ച് ദിവസമായിട്ട് ഞാൻ മാക്സിമം ഒരു 2-2.5 ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാരണം ഓരോ 25 കിലോയ്ക്ക് ഓരോ ലിറ്റർ എന്നാണല്ലോ ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ എൻ്റെ ആക്ച്വലി ഇപ്പോഴത്തെ ഒരു കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 ആണ്. അപ്പോൾ എനിക്ക് 2.5 കിലോ എങ്കിലും ഞാൻ വെള്ളം കുടിക്കുന്നു എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാറുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന പോലെ 4 മണി പലഹാരങ്ങൾ അങ്ങ് പാടെ ഒഴിവാക്കി എന്നല്ല, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഒക്കെ ഇങ്ങനെ കഴിക്കാറുണ്ട്. പക്ഷേ എങ്കിലും ആ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ വളരെ ലോയിലായിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ടും പിന്നെ എന്താ പറയുക, കുറച്ച് ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ആ ഒരു ഡ്രൈ സ്കിന്ന് മാറ്റാനായിട്ടാണ് നമ്മൾ കൂടുതലും ഹൈഡ്രേറ്റഡ് ആക്കി വെക്കണം, അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടല്ലോ. പിന്നെ ഈ ഓയിൽ കൂടുതൽ കഴിക്കുമ്പം ഈ പറയുന്ന പോലെ പിമ്പിൾസ്, എനിക്ക് ഒരുവിധം പെട്ടെന്ന് പിമ്പിൾസ് വരണ ഒരു ഫേസ് അല്ല, പക്ഷേ ഈ പറയുന്ന പോലെ ഫുഡിൻ്റെ ഹാബിറ്റ് നമ്മൾ മാറുന്നതനുസരിച്ച് അങ്ങനെ ഇത് വരാറുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, ഒരു 1.5 വർഷമായിട്ട് ഈ പറയുന്ന പോലെ സ്കിൻ കെയറോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് കാണിക്കത്തില്ലായിരുന്നു. കാരണം ഞാൻ വർക്ക് ചെയ്തിരുന്നത് ആക്ച്വലി എയർലൈൻ ഇൻഡസ്ട്രിയിലാണ്. അപ്പോൾ ആ സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെഫിനറ്റ്ലി നല്ല മേക്കപ്സും ഹെവി മേക്കപ്സും ഒക്കെ യൂസ് ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പം ഞാൻ റിസൈൻ ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 2 ഇയേഴ്സ് ആകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു സമയത്ത് എനിക്കിനി മേക്കപ്സും കെമിക്കൽസൊന്നും ഇടാണ്ട് ഒരു നാച്ചുറലി ആയിട്ട് കുറച്ചൊരു എന്താ പറയുക, നല്ലതായിട്ടുള്ളൊരു എയർ സർക്കുലേഷൻസും അതൊക്കെ കിട്ടുന്നത് ഭയങ്കര ഉപയോഗമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ മേക്കപ്സും ഈവൻ സ്കിൻ കെയർ പോലും ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ പക്ഷേ സ്കിൻ കെയർ ചെയ്യാതിരിക്കരുത്. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്കിൻ കെയർ ചെയ്യണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മളിപ്പം 40 വയസ്സിലേക്കൊക്കെ പോകുമ്പം നമ്മുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് മോശമാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതെനിക്ക് മനസ്സിലായി. അപ്പോൾ ഇപ്പോഴും ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ പറയുന്ന പോലെ പെട്ടെന്നുള്ളൊരു ഹാർഷായിട്ടുള്ള ആ ഒരു കെമിക്കൽസോ അങ്ങനെ ഒന്നും ഉപയോഗിക്കാനായിട്ട് ഞാൻ റെഡിയല്ല ഇപ്പോൾ ആക്ച്വലി. അപ്പോൾ എല്ലാം ഒന്ന് പതുക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം നമ്മൾ ഈ ഫേസിലൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ എടുക്കുന്ന ഇൻടേക്സും അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ശരീരത്തിന് എത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഒന്ന് റിസർച്ച് ചെയ്ത് വരുന്നത്. കാരണം ഇപ്പം നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ പറയുമല്ലോ, എല്ലാവരും ഇത് കഴിക്കുക അത് കഴിക്കുക, അവരൊരു കോമൺ ആയിട്ടുള്ള കാര്യമായിരിക്കും പറയണത്. പക്ഷേ നമുക്ക് എന്താണോ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. ഇപ്പോൾ 2-3 ദിവസമൊക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡ് എങ്ങനെയാണ് പോകുന്നതെന്നും ആ ഫുഡിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ആ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്നൊക്കെ ഒന്ന് സ്വന്തം ശരീരത്തിനെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് ചേരുന്നതും ചേരാത്തതെന്നൊക്കെ. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടി നല്ലതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. വെള്ളം കുടിക്കുന്നത് കൊണ്ടും നമ്മളതനുസരിച്ചുള്ള ആ ഒരു യൂറിൻ പോകുന്നതൊക്കെ വളരെ ക്ലിയറായി. കാരണം ചില സമയത്തൊക്കെ യൂറിൻ പോകുമ്പോൾ നല്ല കളറൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ശരിക്കും ഒരു പെയിൽ യെല്ലോ ആണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു യൂറിൻ കളർ എന്ന് പറയുന്നു. അപ്പം അത് നമ്മുടെ ശരീരത്തിൽ ഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിലും കിഡ്നിക്കൊക്കെ പ്രോപ്പർലി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയാണല്ലോ പറയുന്നത് ആക്ച്വലി.
ഓക്കെ, അപ്പം ഇതൊക്കെ ഞാനിപ്പോൾ ശ്രദ്ധിച്ചു തുടങ്ങി. കുടിക്കുന്ന വെള്ളവും പോകുന്ന യൂറിൻ്റെ കളേഴ്സ്, അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങി. പിന്നെ നമ്മൾ ആ മോഷൻ പോകുന്നതിൻ്റെ ആ ഒരു കാര്യങ്ങൾ, കാരണം എന്താ പറയുക, അതിനും ഒരുപാട് സയൻറ്റിഫിക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് കളേഴ്സിൻ്റെ കാര്യങ്ങളായാലും നമ്മൾ കഴിക്കുന്ന ഫൈബേഴ്സിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് നമ്മുടെ കളേഴ്സ്, അപ്പോൾ ഇതൊക്കെ ഞാനങ്ങ് ശ്രദ്ധിച്ചു തുടങ്ങി ഗൈസ്. അപ്പം ഇതൊക്കെയാണ് ചേഞ്ചസ് മാത്രമാണ് വരുത്തിയത്. ഷുഗർ ഒന്ന് കട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി കഴിക്കുന്ന ഷുഗേഴ്സ്, പിന്നെ ഈ കേക്ക്സ്, അതൊക്കെ എനിക്ക് എങ്ങനെ ഞാൻ അതൊക്കെ മാറ്റിയെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഞാൻ കേക്ക്സ്, ഐസ്ക്രീംസ്, ബേക്കറി ഐറ്റംസ് ഇതിൻ്റെയൊക്കെ വലിയൊരു ഫാനായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കെന്തോ മനസ്സുകൊണ്ട് പതുക്കെ എനിക്കത് മാറ്റാനായിട്ട് പറ്റുന്നുണ്ട്. എനിക്ക് അങ്ങനെ എനിക്കിത് കാണുമ്പോഴൊന്നും അതിന് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ക്രേവിങ്സ് ഒന്നുമില്ല. പിന്നെ ഈ പറയുന്ന പോലെ ഇനിയിപ്പം നെക്സ്റ്റ് ഒരു ലെവലെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്. കാരണം ഒട്ടും പ്രതീക്ഷിക്കൂലായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു ചേഞ്ചസ് എനിക്ക് ലൈഫിൽ വരാൻ പറ്റുമെന്ന്. അപ്പം അതിൽ നിന്ന് എനിക്കൊരു ചെറിയൊരു ചേഞ്ച്, ഞാൻ പൂർണ്ണമായിട്ടും ചേഞ്ച് ആയി എന്ന് ഒരിക്കലും പറയുന്നില്ല ഗൈസ്. കാരണം എന്താ പറയുക, ഇത് ഗ്രാജുവൽ ചേഞ്ചാണ് എനിക്കിഷ്ടം. കാരണം നാളെ മുതൽ ഞാൻ ഇനി എന്താ പറയുക ഒന്നും കഴിക്കില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ബേക്കറി ഐറ്റവും കഴിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ എനിക്കങ്ങ് പിടിച്ച് നിർത്താൻ പറ്റും. പക്ഷേ 3-ാമത്തെ ദിവസം നമ്മൾ അതിലേക്ക് വഴുതി വീഴും. അതുകൊണ്ട് ഞാനൊരു ചെറിയ സ്റ്റേജാണ് എടുത്തത്. പതുക്കെ ഓരോന്ന് കാണുമ്പോൾ ഇപ്പം ഞാനിങ്ങനെ ചിന്തിക്കും, ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്നത് ഇപ്പം എനിക്ക് എന്തെങ്കിലും ഈ ഇങ്ങനത്തെ മധുരം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഞാൻ ഭയങ്കരമായിട്ടും ഫെറ്റീഗാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷീണം എനിക്ക് വരും. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ശരീരത്തിന് അത് ആവശ്യമില്ലായിരിക്കും. കാരണം എപ്പോഴും നമ്മുടെ ബോഡി എപ്പോഴും എനർജറ്റിക് ആയിരിക്കണം എന്നാണല്ലോ നമ്മുടെ ഒരു ആഗ്രഹം. അപ്പം ഇതൊക്കെ കഴിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ബോഡിയിൽ ഒരു ചേഞ്ച് വരുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇത് എനിക്ക് പറ്റുന്ന ഫുഡല്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു സമയം ഞാനിപ്പോൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ശരീരത്തിനെയും മനസ്സിൻ്റെ ആ ഒരു ഇമോഷൻസിനെയൊക്കെ ഇപ്പോൾ എനിക്ക് ഒന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ളൊരു ടൈം മാത്രമാണ് ഈ ഒരു 21 ഡേയ്സ് ചാലഞ്ച്. അപ്പം നിങ്ങൾ ഒരിക്കലും കരുതരുത് ഇത് പഞ്ചസാര ഒഴിവാക്കുന്നു, മറ്റെല്ലാ ഫുഡ്സും കഴിക്കുന്നു, അങ്ങനെയൊന്നുമല്ല. ഇതിപ്പം ഈ ഒരു 21 ദിവസം കൊണ്ട് എൻ്റെ ശരീരത്തിനെയും എൻ്റെ മനസ്സിൻ്റെ ഇമോഷൻസിനെയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു 21 ഡേയ്സും കൂടെ ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലുള്ളൊരു നല്ലൊരു അച്ചീവ്മെൻറ്റ് ഉണ്ടാവുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്താണ് ഞാൻ ലൈഫിൽ ആഗ്രഹിക്കുന്ന അച്ചീവ്മെൻ്റ് എന്നല്ലേ? വേറെ ഒന്നുമില്ല ഗൈസ്, എനിക്കിപ്പോൾ 64 kg ആണ്. അപ്പോൾ എനിക്ക് ഗ്രാജുവലി ഒരു 3 months ടൈം കൊടുത്തിട്ട് ഈ പറയുന്ന പോലെ ഹെവി എക്സസൈസ് ഒന്നും ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യമില്ല. കാരണം എൻ്റെ ബോഡിയിൽ അങ്ങനെ ചെയ്ത ശീലമില്ല. പിന്നെ എനിക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എത്ര കിലോമീറ്റർ വേണമെങ്കിലും നടക്കും, എനിക്കതൊരു പ്രശ്നമല്ല. അപ്പോൾ എനിക്ക് നടക്കാൻ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് യോഗ ചെയ്യാൻ അത് പറയാൻ പറ്റത്തില്ല ഗൈസ്. കാരണം ഒരു 3-4 മാസമായിട്ട് ഞാൻ പറയുന്ന പോലെ എനിക്കത് പൂർണ്ണമായിട്ടും അതിലേക്കങ്ങ് ഇറങ്ങി വരാൻ പറ്റുന്നില്ല. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അതിലേക്ക് പോകണം എന്നാണ്. കാരണം ഞാൻ യോഗ ചെയ്യുമ്പം എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു നിമിഷം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും പറയാൻ പറ്റും, എനിക്ക് യോഗ ചെയ്യുന്ന സമയമാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടൈം. എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. അതേ ഈ നടത്തം പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് യോഗ. പിന്നെ ഞാനങ്ങനെ ജിമ്മിലൊന്നും അത്ര എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പം നമ്മൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. അപ്പം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബ്രീത്തിങ്ങും ഒരു 5 minutes ഗ്രാറ്റിറ്റ്യൂഡും മെഡിറ്റേഷൻസൊക്കെ ചെയ്ത് വന്ന് നമ്മളൊന്ന് ഇരിക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു സുഖം അത് ലൈഫിൽ നമുക്ക് ഒരിക്കലും പറഞ്ഞ് ആരെയും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഗൈസ്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. അപ്പോൾ പക്ഷേ ഒരു 3-4 മാസമായിട്ട് ഈ പറയുന്ന പോലെ ഒരുപാട് ലേസിയാണ്. ആക്ച്വലി ലേസിനെസ് ആയിരുന്നു. അതൊരു വേർഡാണോ, പലതിലും ഓവർകം ചെയ്യാനുള്ളൊരു വേർഡാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നല്ല രീതിയിൽ എനിക്ക് മടിയുണ്ടായിരുന്നു കേസ്. അപ്പം ഇപ്പം ആ മടിയിൽ നിന്നും ഒരു പതുക്കെ ഒരു ചെറിയൊരു ഗ്രാജുവലി ഒരു ചെറിയൊരു ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ഈ പറയുന്ന പോലെ ഒരു ദിവസം നല്ലതായിട്ടും കുറേ നാൾ മടിയായിട്ടിരുന്നിട്ട് ഒരു ദിവസം സഡൻലി നമുക്കിന്ന് യോഗ ചെയ്യണമെന്ന് പറഞ്ഞ് ചാടി എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈൻഡും നമ്മുടെ ബ്രെയിനൊന്നും അത്ര യൂസ്ഡ് ആയിരിക്കത്തില്ലല്ലോ ആ സിറ്റുവേഷനിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇതും നമ്മുടെ ആ ഒരു 21 ഡേയ്സിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് ആ ഒരു ഷുഗർ കട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളതുപോലെ എൻ്റെ മനസ്സിലുള്ള മടിയിനെയും ഞാൻ പതുക്കെ മാറ്റുന്ന ഒരു സമയമായിരുന്നു ഗൈസ് ഈ 21 ഡേയ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഗ്രാജുവലി പതുക്കെ എനിക്ക് എന്താ പറയുക ആ ഒരു യോഗ അല്ലെങ്കിൽ ആ ഒരു ഇങ്ങനത്തെ നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ട് ജീവിക്കണം. അല്ലെങ്കിൽ ഇനി ഒരു 40 years ആയല്ലോ, ഇനിയിപ്പം അങ്ങോട്ടുള്ള കുറച്ച് നാൾ എത്രയാണോന്നറിയില്ല, അത്രയും നാളും ഹെൽത്തി ആയിട്ടിരിക്കുക. കാരണം എനിക്ക് കുറച്ച് പാസ്റ്റ് ട്രോമാസ് ഉണ്ട്, എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ കാര്യങ്ങൾ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. കാരണം ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷനിൽ അത് പറയുന്നത് ശരിയല്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു ലൈഫ് കണ്ടിട്ട് എനിക്കൊരിക്കലും എൻ്റെ 40s അങ്ങനെ ആകുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ എനിക്ക് ഈ ഒരു സമയമായപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു
എന്താ പറയുക, ഒരു ചെറിയൊരു ചേഞ്ച്, വലിയൊരു ആഗ്രഹമുണ്ട് ഒരു 3 മന്ത്സിന് ഉള്ളിൽ എനിക്ക് ഇത്രയൊരു വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളത്. അതും ഭയങ്കരമായിട്ടും ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാനാണ് ആഗ്രഹം. ഈ പറയുന്ന പോലെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ച് ആഗ്രഹമുള്ള ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ പതുക്കെ ഗ്രാജ്വലി മാറ്റാനാണ് ഇഷ്ടം. അപ്പം ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ 21 ഡേയ്സിലുണ്ടായ വ്യത്യാസം. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ എല്ലാ ദിവസവും അല്ല, നമ്മൾ ഈ 21 ഡേയ്സ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട അന്ന് മുതൽ തന്നെ എൻ്റെ വയറിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ ടേപ്പ് വെച്ചിട്ട് ഒക്കെ അളന്നായിരുന്നു. അപ്പം അതിൽ 1 സെൻറ്റിമീറ്ററിൻ്റെ ഒരു വ്യത്യാസം ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അതും എനിക്കൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ഗൈസ്. അപ്പം ചേഞ്ചസ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എനിക്ക് എന്താ പറയുക, കൺസിസ്റ്റൻസി എനിക്ക് വന്നു, വീഡിയോ ഇടാനുള്ള ഒരു കൺസിസ്റ്റൻസി വന്നു. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിന് ഒരു ചെറിയൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം വെള്ളം കുടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ കയ്യിലൊക്കെ ഇവിടെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ടും ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ഫീൽ എനിക്ക് മുമ്പുണ്ടായിരുന്നേ. വെള്ളം കുടിക്കാത്തതാണെന്ന് അന്നേ അറിയാം, പക്ഷേ എങ്കിലും കുടിക്കില്ല. പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ചു ഈ 21 ഡേയ്സിൽ നിങ്ങളുടെ അടുത്ത് എനിക്ക് സത്യസന്ധമായിട്ടുള്ളൊരു റിവ്യൂ പറയണമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആ സമയത്ത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ കുടിക്കാതിരിക്കാൻ തോന്നാറില്ല. ഇപ്പം കറക്റ്റ് സമയത്തിന് അങ്ങനെ കുടിക്കാറുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ ഞാൻ അന്ന് പറഞ്ഞല്ലോ എനിക്ക് തൈറോയിഡിൻ്റെ ഒരു വേരിയേഷൻ ഉണ്ടെന്ന്. അപ്പോൾ അത് മാറുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് ഇറ്റ്സ് പ്യുവർലി ഹോർമോണലാണല്ലോ. നമ്മുടെ ലൈഫ് സ്റ്റൈലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അത് ആക്ച്വലി ഒരു ഹോർമോണലാണ്. അപ്പം എന്തായാലും ഞാനിപ്പം അതിനും കൂടെ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാൽ കഴിയുന്ന രീതിയിൽ. വേറെ മെഡിറ്റേഷൻസും അങ്ങനെയൊന്നും എടുക്കാതെ തന്നെ. അപ്പോൾ ലെറ്റ്സ് സീ, ഒരു മാസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം, ഇല്ലെങ്കിൽ ഡോക്ടറെ കാണാം എന്നൊക്കെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഗൈസ്, ഇതൊക്കെയാണ് എൻ്റെ ലൈഫിലുണ്ടായൊരു വ്യത്യാസം എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറയുക, ഓവർ ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഭയങ്കര ഗ്രാജ്വലി ഒരു സ്ലോ ഫീലിംഗ് ഉണ്ടല്ലോ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന, ആ ഒരു സ്ലോലി നമ്മുടെ ആ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്ന രീതിയിൽ ആ രീതിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഗ്രാജ്വലി പോയി കഴിയുമ്പം നമുക്ക് പഴയ ലൈഫിലോട്ട്, അല്ലെങ്കിൽ ആ പഴയ ഒരു അൺഹെൽത്തി ലൈഫിലോട്ട് വരാനായിട്ട് തോന്നില്ല. പെട്ടെന്നുള്ളൊരു ചാട്ടത്തിലായിരിക്കും നമ്മൾ തിരിച്ച് ബാക്കിൽ അൺഹെൽത്തിയിലോട്ട് പോകുന്നത്. അപ്പം ഇങ്ങനെ പതുക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതെൻ്റെ മൈൻഡും ബോഡിയും അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോകും എന്നൊക്കെയാണ് ഗൈസ്. അപ്പം ഇതൊക്കെയാണ് എനിക്കുണ്ടായ ഒരു 21 ഡേയ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനിയൊരു വേറൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.